മണിയോടുകൂടിയാണ് നടൻ സംവിധായകൻ തിരക്കഥാകൃത്ത് ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ തുടങ്ങുക. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ടേക്ക് കൂടുതൽ സാധാരണക്കാരും അദ്ദേഹത്തിൻ്റെ സിനിമാ സഹപ്രവർത്തകരൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്താ ഇവിടെ പാലക്കാട് അട്ടപ്പള്ളത്തെ അതിഥി തൊഴിലാളി ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്ത്രീകൾക്കും പങ്കെന്നാണ് പോലീസ് പറയുന്നത്. സ്മിത പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഹിതേഷ് ശങ്കറിൻ്റെ ഒരു പ്രതികരണം അതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനാണ് പറയുന്നത് കേട്ടോ. പിന്നാമ്പുറത്തും നെഞ്ചിലും എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ശരീരത്തിൽ അടിയേറ്റ് കേടുപാടില്ലാത്ത ഒരിടം പോലും കണ്ടില്ല. പിന്നാമ്പുറത്തും നെഞ്ചിലും കൈകാലുകളിലും തലച്ചോറിലും എല്ലായിടത്തും ക്രൂരതയുടെ അടയാളങ്ങൾ. അതൊരു നിമിഷത്തെ കോപമല്ല, കൂട്ടമനസ്സിൻ്റെ അന്ധതയും മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണ അഭാവമായിരുന്നു. കൂട്ടമർദ്ദനം നടത്തിയവരിൽ ഒരാളെങ്കിലും ഇത് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒരാൾ പോലും കൈ ഉയർത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നു. അതിഭീകരമായി മർദ്ദിച്ച് മനുഷ്യൻ എന്ന് വിളിക്കാൻ അർഹതയില്ലാത്തവണ്ണം ഒരു മൃഗങ്ങൾ അങ്ങനെ ചെയ്യില്ല അല്ലേ. പിശാചുകളെ പോലെ പെരുമാറിയ ഒരു സംഘം ആളുകളെയാണ്. പാവം മനുഷ്യൻ മുഖത്ത് ചോരയെ കുലിച്ചെന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് അടിക്കാൻ തോന്നുന്നത്? മലയാളികൾ വലിയ മനുഷ്യത്വവും സ്നേഹമൊക്കെ ഉള്ളവരാന്ന് പറഞ്ഞിട്ട് വല്ലാതെ ലജ്ജിക്കേണ്ട സമയമാണ് ഇതൊക്കെ. എങ്ങനെയാണ് ഇത് ചെയ്തത്? അന്വേഷണം ഏറ്റെടുത്ത ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ഇക്കാര്യം പരിശോധിക്കും എന്നാണ് അറിയുന്നത്. ആൾക്കൂട്ടക്കരിയിൽ ജീവൻ നഷ്ടമായ രാം നാരായണനോട് ചെയ്ത കാടത്തമെന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ പറയുന്നു. അതുതന്നെയാണ്, വൈകാരികതയല്ല, പൊതുസമൂഹം അറിയേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാനായിരുന്നു പോസ്റ്റ് ഇട്ടത്. ഇത്രയധികം വളരെയധികം പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ക്രൂരമായി ഒരു മർദ്ദനത്തിനിരയായി ഒരു ആൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം, അത് ഞാനിതിനു മുന്നേ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ്. അത് നമ്മളുടെ കേരളീയ സമൂഹം ഒരു അതിഥി തൊഴിലാളികളോട് ചെയ്തപ്പോൾ അപ്പോൾ അതിൻ്റെ വ്യാപ്തി കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് പോസ്റ്റ് ഇട്ടത്. രണ്ട് പോസ്റ്റ്മോർട്ടം പരിശോധന പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. അത് പൊതുസമൂഹം മനസ്സിലാക്കണം. ഒരു അതിഥി തൊഴിലാളികളെ നമ്മൾ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന നമ്മളെ കേരള സമൂഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊരു വിലയുണ്ട്. അത് ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ ഒരു അതിഥി തൊഴിലാളികളെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ച് മരണത്തിനിടയാക്കിയ സംഭവം അത് വളരെ ദാരുണമായ ഒരു സംഭവമായിപ്പോയി. അത് വളരെ ബ്രൂട്ടലായ ഒരു മർഡറായിപ്പോയി. അതുകൊണ്ട് ആണ് ഒരു വൈകാരികത നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. അത് തികച്ചും ഒരിക്കലും നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ശരിയല്ല. അത് പോലീസിൻ്റെ അടുത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതെ, ബോഡി മൊത്തം പരിക്കുകളായിരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സൂചന നൽകിയതാണ്. ബോഡി മൊത്തം അടിച്ച പരിക്കുകളുണ്ടായിരുന്നു. അതെ, പരിക്കില്ലാത്ത ഭാഗങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അക്ഷരാർത്ഥത്തിൽ ഒരാളെ തച്ചു കൊന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ലേ, പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിലേക്ക് കടക്കാൻ താല്പര്യമില്ല. അത് ഐഷത്തുൽ ഷംനയും സൂരജ് വാർത്തകൾ ചെയ്യുന്നത്. ഷംന, വാരിയലിൽ ഒടിഞ്ഞ് ആന്തരിക രക്തസ്രാവം ഉണ്ടായി. ഡോക്ടർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ തലച്ചോറിൽ പോലും പരിക്കുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതേ ആ പാവം പിടിച്ച മനുഷ്യൻ്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ഏതെങ്കിലും ഒരു ഇഞ്ചിൽ പരിക്കില്ലാത്ത ഭാഗമില്ല. എന്ന് പറഞ്ഞാൽ ഇഞ്ചിഞ്ചായി ചതച്ചു കൊന്നു എന്നാണ് അർത്ഥം. ഷംന, നമ്മൾ മലയാളികൾ. തീർച്ചയായും ഹാഷ്മി, അത് നമ്മൾ ആദ്യ ദിവസം തന്നെ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നമുക്ക് വ്യക്തമായതാണ്. കാരണം നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അയാളെ അടിക്കുന്നത്. രാംനാരായണനെ ഈ ആൾക്കൂട്ടം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്ന് പുറത്തു വന്നിരുന്നതാണ്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് അതിക്രൂരമായി ഈ സംഘം അട്ടപ്പള്ളം സ്വദേശികൾ ചേർന്ന് ഈ രാംനാരായണനെ കൂട്ടമായി മർദ്ദിക്കുന്നത്. ഇയാൾ ഒരാഴ്ച മുൻപാണ് പാലക്കാട് എത്തിയത്. അതും ജോലി അന്വേഷിച്ച് പാലക്കാട് എത്തിയതായിരുന്നു. പിന്നീട് വഴി തെറ്റിയാണ് അട്ടപ്പള്ളം എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുന്നത്. ഇയാളുടെ ഭാര്യ, രാംനാരായണന്റെ ഭാര്യ ഡോക്ടർ ഹിതേഷ് ശങ്കർ ചെയ്യുന്നു. ഡോക്ടർ ഹിതേഷ് ശങ്കർ പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ അധികം പറയണ്ട. പക്ഷേ നമ്മളത് കണ്ടത് ഒരുപക്ഷെ മധുവിനെ അടിച്ചു കൊന്നതിനേക്കാൾ കൂടുതൽ ക്രൂരമായി ഒരു മനുഷ്യനെ ചതച്ചു കൊന്ന ദൃശ്യമാണ്, ഒരു വാർത്തയാണ്. ഏത് നമ്മൾ പ്രബുദ്ധ മലയാളികളാണ് ഡോക്ടർ. ഹാഷ്മി, തീർച്ചയായും മലയാളികൾ വളരെ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ തന്നെ ഒരു അതിഥി തൊഴിലാളിയെ അടിച്ചു കൊല്ലാം, അതും ദേഹമാസകരം ഒരു മനുഷ്യനെ അടിച്ച് രക്തസ്രാവം മൂലം അയാൾ മരിക്കാനുള്ള ഒരു ഇടവരുന്ന ഒരു സംഭവം. ഞാനും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്രയധികം
ഇത്രയധികം ഒരാളെ ഉപദ്രവിച്ച് കൊന്ന ഒരു കേസ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനതൊരു വൈകാരികതയല്ല, പൊതുസമൂഹം മനസ്സിലാക്കണം. ഇത്തരം പ്രവൃത്തികളിൽ നിന്നും പൊതുസമൂഹം മാറി നിൽക്കണം. നമ്മൾ പ്രത്യേകിച്ചും ഒരു അതിഥിതൊഴിലാളി നമ്മുടെ നാട്ടിൽ വന്ന് ജോലി തേടി വന്ന ഒരാള് ഒരു കാര്യവും മനസ്സിലാക്കാതെ ഒരു കൂട്ടമർദ്ദനം കുറ്റകരമല്ല എന്നൊരു തോന്നൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് എല്ലാവരും ഒന്ന് കൈവച്ച് പോകുന്ന ഒരു രീതി, അത് എത്ര നീചമായ പ്രവൃത്തിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഡോക്ടർ, അതിനേക്കാൾ കൂടുതൽ ഇനി ഒരു ദേഷ്യത്തിന് അടിച്ചു എന്ന് നോക്കുക, അടിച്ച് ഒരു മനുഷ്യൻ റോഡിൽ ഇട്ടിട്ടങ്ങ് പോവുക ആൾക്കാർ, അതെങ്ങനെയാണെന്ന് പറ്റുക ഡോക്ടർ? സംഭവം അതായത് ഒരാൾ പോലും അതിലുള്ള എതിർക്കാനില്ല, അല്ല ഒരാൾ പോലും അയാളെ സപ്പോർട്ട് ചെയ്യുക, അയാളെ ഇത് ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇയാളെ ചെവിയിലിട്ട് അവിടെ കെടുത്തുന്നതും ശരിയല്ല, അല്ലെങ്കിൽ കൊണ്ടുപോകാതിരിക്കുന്നതും തെറ്റാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരു സമൂഹം നമുക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു സമൂഹം നമ്മളിലുണ്ട്, അല്ലെങ്കിൽ നമ്മളും അതിന്റെ ഒരു പരിച്ഛേദമാണല്ലോ ഒരു കേരള സമൂഹത്തിന്റെ. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് വാങ്ങാൻ കാരണം. മാത്രമല്ല മനസ്സിലാക്കണം, ഇന്ന് പ്രത്യേകിച്ച് BNS ആൾക്കൂട്ടമർദ്ദനം, മോബ് കില്ലിംഗ് ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ, ഞാൻ ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത വേദന. സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ കേരളം ഇത്രയും സാംസ്കാരികമായി മുന്നിൽ നിൽക്കുന്നു, അത്രയും മനുഷ്യരെ നമ്മൾ സ്നേഹത്തോടെ നെഞ്ചേറ്റുന്നു എന്നൊക്കെ പറയുന്ന കേരളീയർ, മലയാളികളാണ് ഇത് ചെയ്യുന്നതെന്ന് വല്ലാതെ വേദനിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഡോക്ടർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ സംഭവിച്ചല്ലോ എന്നോർത്ത് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സമയം കൂടിയാണിത് നമ്മൾ മലയാളികളല്ല. തീർച്ചയായും അത് തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് ഇടാനുള്ള കാരണം. അത് തന്നെയാണ്, ഇത് സമൂഹം ഇത് അറിയാനുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റാണെന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, നിയമത്തിൽ വളരെയധികം ശിക്ഷ, ഡെത്ത് പോലും കിട്ടുന്ന ഒരു സെക്ഷനാണ് ഇപ്പോൾ 103 സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത്. ഇതുപോലും ഇത്രയധികം ശിക്ഷ കിട്ടുന്ന ഒരു വകുപ്പ് പോലും ഉണ്ടായിട്ടും ജനങ്ങൾ ഇതിൽ നിന്നും പിന്മാറുന്നില്ല. അതും ഒരു സാധാരണ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു നിലയ്ക്കും ഒരാളെ ഉപദ്രവിക്കാത്ത, ഒരു വെറും സംശയം കൊണ്ട് മാത്രം ഒരാളെ കച്ചു കൊല്ലാം, നമുക്ക് ലജ്ജിച്ച് തലയാളിൽ തന്നെ വേണം. താങ്ക് യു ഡോക്ടർ. എന്തായാലും ഡോക്ടർ, എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ അത്രയധികം വേദനിച്ചതുകൊണ്ടാണ് ഡോക്ടർ അത് പുറത്തേക്ക് പറയുകയും വേണം. കാര്യം അത് നാടറിയേണ്ടതാണ്, എത്രത്തോളം ക്രൂരമായാണ്. ഒരു പരമസാധു മനുഷ്യൻ ജോലി തേടി ഇങ്ങോട്ടേക്ക് വന്നതാണ്, മാനസികമായി തളർന്നൊരു മനുഷ്യനാണ്, സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ഒരാളാണ്, അങ്ങേയറ്റം സാധുവാണ്. ഈ പറയുന്ന ആരോപണങ്ങൾക്കൊന്നും അർഹനല്ലാത്ത മോഷണം എന്തൊക്കെ ഒന്നും പച്ചക്കള്ളമാണ് പറഞ്ഞതൊക്കെ. ഒരു പരമസാധുവായ മനുഷ്യൻ, ആ സാധുവായ മനുഷ്യനെ അവിടെ ഇരുത്തി അടിച്ചും ചവിട്ടിയും കുത്തിയും ഡോക്ടർ തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരുപാട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഇത്രയധികം ചതവുകളേറ്റ് മരിച്ചൊരു മനുഷ്യനെ കാണുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്ര എന്തുമാത്രം വേദന രാം നായിക് എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യൻ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മനുഷ്യന്മാരാണോ പിശാചുകളാണോ എന്ന സംശയം സ്വാഭാവികം ഉണ്ടാവും. സ്മിത, ഒരു നേരമെങ്കിലും സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഉറങ്ങാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളതായി ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. സൂരജ് സജ്ജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത അപമാനഭാരത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്, വല്ലാത്ത വേദന തോന്നുന്നു. സ്മിത, കഴിഞ്ഞ ദിവസം ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് എടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഈ മൃതദേഹങ്ങൾ ഈ എക്സ്റേ എടുക്കാനോ അല്ലെങ്കിൽ സ്കാനിങ്ങിനോ ഒന്നും വിടാറില്ല. ഈ ഡോക്ടറുടെ പ്രാഥമിക പരിശോധനയിൽ ശരീരത്തിൽ ഉടനീളം പരിക്കുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതോടുകൂടി ഈ എക്സ്റേക്കും സ്കാനിങ്ങിനുമായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിലെല്ലാം തന്നെ കണ്ടെത്തിയത് ഗുരുതരമായി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിക്കേറ്റു എന്നുള്ളതാണ്. അതാണ് ഈ ഡോക്ടറെ സംബന്ധിച്ച് ഈ ഇത്തരത്തിലൊരു വൈകാരികമായ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നതിലേക്ക് അടക്കം പോയത്. സ്മിത, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഈ മരിച്ചയാളുടെ മൃതദേഹം ഇപ്പോഴും ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. ഇന്ന് മാത്രമാണ് കുടുംബാംഗങ്ങൾ ഈ ഉച്ചയ്ക്ക് 12:30 തൃശ്ശൂരിലെത്തുന്ന കുടുംബാംഗങ്ങൾ ഈ മൃതദേഹം ഈ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ തവണയും ഉണ്ടാകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത മനുഷ്യത്വരഹിതമായ നടപടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ സർക്കാരിനോടും പോലീസിനോടും ഒക്കെ ഈ കുടുംബം സഹായം തേടിയിരുന്നു. പക്ഷേ സ്വന്തം ചിലവിൽ നാട്ടിലേക്ക് ആംബുലൻസിൽ ഈ മൃതദേഹം കൊണ്ടുപോകണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. പിന്നീട് മനുഷ്യാവകാശ പ്രവർത്തകരടക്കം ഇടപെട്ടാണ് ഈ ആംബുലൻസ് സജ്ജീകരിക്കാം എന്ന് പറഞ്ഞത്. പക്ഷെ അതിലിപ്പോഴും കൃത്യമായ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അല്പം മുമ്പ് നമ്മൾ കുടുംബവുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ കുടുംബത്തിന് ധനസഹായം അടക്കം നൽകണമെന്നൊരു ആവശ്യം കൂടി മനുഷ്യാവകാശ പ്രവർത്തകരടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം മറ്റു സംസ്ഥാനത്ത് നിന്ന് തൊഴിൽ തേടി എത്തിയ ആളാണ്, 8 ദിവസം മാത്രമാണ്
ഉണ്ടായിരുന്നുള്ളൂ. അതായത് 8 ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ കെട്ടിട നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നതിന് വേണ്ടി പാലക്കാട്ടേക്ക് എത്തുന്നത്. അങ്ങനെ അവിടെ തൊഴിലെടുത്ത് 2 കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കൊച്ചു കുടുംബം, ആ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി മൈലുകൾ താണ്ടി കേരളത്തിലേക്ക് എത്തിയതാണ്. അതാണ് ഇവിടെ അദ്ദേഹം തെറ്റ്. സുരക്ഷിതമായ ജീവിതം കേരളത്തിലേക്ക് എത്തിയാണ് രാംനാഥ് ചെയ്ത തെറ്റ്. അടിച്ചു കൊന്നു. നാട്ടുകാർ പാലക്കാട് നമ്മൾ മലയാളികളൊക്കെ ചേർന്നൊരു പാവ മനുഷ്യനെ പലയാവർത്തി അടിച്ചടിച്ച് കൊന്നു. അത്രേ ഉള്ളൂ. നമ്മൾ പ്രബുദ്ധ മലയാളികൾ ചെയ്ത എന്താണ് കുറ്റകൃത്യമാണ്. നാടിൻ്റെ അപ്പോൾ അഖിലാക്കം മുതൽ നാടിൻ്റെ പല ഭാഗത്തും ഇത്തരം ആൾക്കൂട്ട മർദ്ദനങ്ങൾ, കൊലപാതകങ്ങൾ നമ്മൾ കണ്ടതാണെങ്കിലും ഇവിടെ മധുവിനെ കണ്ടതാണെങ്കിലും ഇത്രത്തോളം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു മോബ് ലിഞ്ചിങ് അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അട്ടപ്പള്ളത്തിനാണ് ആ ചരിത്രം സ്വന്തമായിട്ടുള്ളത്, കേരളത്തിലാണ്. സങ്കടമാണ് അല്ലേ? അതെ, വാക്കുകളില്ല ശരിക്കും പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.